മാഡം, എന്റെ അച്ഛനും ഇവിടെ ഉണ്ട്. ആണോ? എന്നെ വിളിക്കേ. അച്ഛാ. മാം, ഇതാ എന്റെ അച്ഛൻ. നമസ്കാരം. നമസ്കാരം. അച്ഛനും പൂജയിൽ പങ്കെടുക്കണം. വരൂ മാം. യെസ് മാം, എന്റെ ഫാമിലി കൂടി ഇവിടെ ഉണ്ട്. പൂജയ്ക്ക് അവരെയും കൂടെ വിളിച്ചോട്ടെ? ഇവരെനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ പൂജയിൽ പങ്കെടുപ്പിക്കുന്നത്. അവരെയും കൂടെ പൂജയിൽ കയറ്റിയാം ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കണമല്ലോ. സോറി സർ, അത് വേണ്ട. ഓക്കെ മാം. ശരി സർ. നോ പ്രോബ്ലം. എന്തിനാ മന്ത്രി അകത്തേക്ക് കൊണ്ടുപോയത്? നമ്മളെന്താ കൊണ്ടുപോകാത്തത്? ഒന്നും മിണ്ടാതിരിക്കോ? തുളസി ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കാർക്കും വിശ്വാസമായിരുന്നില്ലല്ലോ. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ വിശ്വാസമായല്ലോ. എന്ത് സംഭവമാ? തുളസിക്ക് രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധുവാ. മമ്മൂട്ടി, മോഹൻലാല്, പൃഥ്വിരാജ് ഇവരൊക്കെ തുളസി വിളിക്കാറുണ്ട്. അതി നീ കൂടുതലങ്ങ് പുകഴ്ത്തല്ലേ. പുകഴ്ത്തിയതല്ലമ്മേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ മന്ത്രി വരുന്ന വഴി തുളസിയെ തിരിച്ചറിഞ്ഞത്. എന്തൊരു സ്നേഹം കാണിക്കില്ലായിരുന്നു. ഇത് കണക്ഷന് സ്വാധീനമൊന്നും അല്ല. അവളെ മന്ത്രിയുടെ വീട്ടിലെ വേലക്കാരിയാക്കാനാ. അതിന്റെ സ്നേഹം കാണിക്കല. ഓ, അപ്പൊ വീട്ടിലെ സെർവന്റ് അല്ലേ? അതുകൊണ്ടാ മിനിസ്റ്റർ വന്നപ്പോ തന്നെ സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി. സുലുവാന്റെ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ അത് ഏറ്റുപിടിക്കണ്ട. തുളസി ആരുടെയും വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല. തുളസിക്ക് പല രാഷ്ട്രീയക്കാരുമായിട്ടും അടുപ്പമുണ്ട്. ഒന്നാമത് തുളസി സ്മാർട്ടാണ്, പിന്നെ ലവബിൾ ആണ്. ഏത് ഡിസിഷനും പെട്ടെന്ന് എടുക്കും. പിന്നെ ക്രിക്കറ്റ്, അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട്. എന്നിട്ടാണോ ജോലിയും കൂലിയും ഇല്ലാതെ നാട്ടിൽ തെണ്ടി നടക്കുന്നത്? അതൊക്കെ നോക്കിക്കോ. നാളെ തുളസിയെ കാണാൻ കുറെ കാത്തു നിൽക്കേണ്ടി വരും. ഇതൊക്കെ വെറുതെ പറയുന്നത്. ദുർഗാന്റി ആദ്യമായിട്ട് എന്ത് പറഞ്ഞിട്ടാ പോയത്? അവളെ നമ്മളെക്കാളും സെറ്റപ്പിലാവുന്നു. ഓ, ഐ കാന്റ് ബിലീവ്. ഇത്തിരി സമാധാനം തരുവോ? മനുഷ്യൻ ഒന്നാമതേ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. മന്ത്രി ഇവിടെ തിരികെയാണ്. നമ്മളെ ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുചെന്നാക്കും സർ. ആന്റി, നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ചേച്ചി. തുളസിയോട് കളിച്ചാലേ അത് മന്ത്രിയോട് കളിക്കുന്ന പോലെയാ. അത്രയ്ക്കുണ്ട് അവൾക്ക് മന്ത്രിയുമായിട്ടുള്ള സ്വാധീനം.
സെലു ആന്റി, ദുർഗാന്റി കൂടുതൽ ടെൻഷൻ അടുപ്പിക്കല്ലേ. ആലോചിക്കുമ്പോ എനിക്ക് തന്നെ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. തുളസിക്ക് എസ്കോട്ട് പോയ പ്രസാദേട്ടൻ തിരിച്ചു വരട്ടെ. എന്തായാലും പ്രസാദേട്ടനെ അറിയാതിരിക്കില്ലല്ലോ അവളും മന്ത്രിയായിട്ടുള്ള ബന്ധം എന്താണെന്ന്. സെലു ആന്റി, ദുർഗാന്റി ശരിക്കും വരണ്ടിട്ടുണ്ട്. പേടിയൊന്നും ഇല്ലെന്നും വെറുതെ പറയുന്നതാ. എന്തായാലും നമ്മളായിട്ട് ദുർഗേച്ചി കൂടുതൽ പേടിപ്പിക്കണ്ട. സെലു ആന്റിക്ക് പേടി തോന്നിയോ? ഞാനെന്തിനു പേടിക്കണം? ഈ മന്ത്രി എന്ന് പറഞ്ഞാലേ മനുഷ്യനെ കൊന്നു തിന്നുന്ന ജീവിയൊന്നും അല്ലല്ലോ. അതല്ല, തുളസിക്ക് ഹൈ ലെവലിലുള്ള ആളുകളുമായി കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ അറിയുന്നത്. ഇനി ചിലപ്പോ അവൾക്ക് പ്രൈം മിനിസ്റ്ററുമായി കണക്ഷൻ ഉണ്ടാവോ? പറയാൻ പറ്റില്ല. തുളസിയാണ് കക്ഷി. പ്രൈം മിനിസ്റ്ററുമായിട്ട് മാത്രമല്ല, ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും അവൾക്ക് ബന്ധം ഉണ്ടാവും. ആണോ? അമേരിക്കൻ പ്രസിഡന്റ് തുളസി എങ്ങനെ അറിയാനോ? ഓ, ഇത്രയും കാലം അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് ആരാന്ന് പോലും എനിക്കറിയില്ല. ഇനി ചിലപ്പോ തുളസിക്ക് പരിചയം ഉണ്ടായിരിക്കും. എന്റെ ആയിക്കോട്ടെ. വളരെ ഉപകാരം. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? ഇത് മന്ത്രിയുടെ ഓർഡർ അല്ലേ അമ്മേ? താങ്ക്സ് പറയേണ്ടത് മന്ത്രിയോടാ. അത് നമ്മൾ പറയുകയും ചെയ്തു. വണ്ടി എടുക്കണോ? അയ്യോ, സാർമാര് പോവാണോ? അങ്ങനെ ഇങ്ങ് പോയാലോ? ഞാനും മന്ത്രിയും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ച് അറിയണ്ടേ? ഒരു സാധാ പെൺകുട്ടിയായ എന്നോട് പൊതുമരാമത്ത് മന്ത്രിക്ക് ഇത്രയും സ്നേഹവും അടുപ്പം ഉണ്ടാവാനുള്ള കാരണം എല്ലാവർക്കും അറിയണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ, എങ്കി ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. സാറിന് അറിയാഞ്ഞിട്ടാ എന്റെ അമ്മ നല്ല അസലായിട്ട് കോഫി ഉണ്ടാക്കും. അത് കഴിച്ചിട്ട് പോവാം. താൻ വണ്ടി എടുക്കണോ? ഓക്കെ സാർ. ഒരു കോഫി കഴിക്കാൻ മാത്രമുള്ള ബന്ധമൊക്കെ ഈ യാത്രക്കിടയിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് സാറേ. ഓ, ഇനി മന്ത്രി എന്ത് പറയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ഞാൻ ഗായത്രി ടീച്ചറെ വിളിച്ച് അനുവാദം ചോദിക്കാം. കോഫി വേണമെന്നില്ല. ഒരു കോഫി കഴിക്കാൻ മിനിസ്റ്റർ റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല. അതാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടോ? സാറിന് ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യമേ അല്ലേ സാറേ? വന്നാട്ടെ. താനും വാ, കോഫി വെച്ചിട്ട് പോവാ. സാറ് കഴിച്ചിട്ട് വരൂ, എനിക്ക് വേണമെന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റാൻ? തുളസി എല്ലാരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? അതെ. അവൾക്ക് എങ്ങനെ ഈ മന്ത്രി അറിയുന്നേ? അതൊക്കെ വലിയ കഥയാമേ. വലിയ കഥയോ? അതിന് മാത്രം വലിയ കഥ ഉണ്ടാവാൻ തുളസി എനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ. അമ്മേ, അങ്ങനെ നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു തുളസിയില്. എന്തായാലും അച്ഛനെ കൊണ്ട് അവളുടെ ഡ്രൈവർ പണി ചെയ്യിച്ചത് ഒട്ടും ശരിയായില്ല. അച്ഛനല്ലല്ലോ, ACP കൃഷ്ണപ്രസാദ് അല്ലേ? മന്ത്രി കൽപ്പിച്ചാലേ ACPക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനു വാശി പിടിക്കണം? വാശിയും നിന്റെ അച്ഛനല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നീയും തുളസിയായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് ഞാൻ തയ്യാറായിട്ടും അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ അച്ഛന് ഈ ഒരു യാത്ര കൊണ്ട് സ്വഭാവം മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാം മാറും. തുളസിയുടെ വീട്ടിലെത്തി പ്രിയാന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ചായ കുടിച്ചാ മതി, അച്ഛന്റെ എല്ലാ സ്വഭാവവും മാറും. അങ്ങനെ വല്ല കൈവശവും അവള് പ്രസാദേട്ടന് കൊടുക്കുവോ?
അമ്മ ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ തിരിച്ചെത്തിയിൽ ആദ്യം പറയാൻ പോകുന്നത് എന്റെയും തുളസിയുടെ കല്യാണക്കാരിയായിരിക്കും. പെണ്ണെ, നിന്നെ പോലെ തന്നെയായി മധുരം. ഈ സ്നേഹം എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ നിനക്ക് ആപത്ത് വരുന്ന ഒരു കാര്യവും ഈ ഏട്ടൻ ചെയ്യില്ല. അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്തിനാ ഏട്ടാ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഏട്ടൻ വേണ്ടെന്ന് വെക്കുന്നു? എനിക്ക് ജീവിക്കാൻ ഏട്ടന്റെ സ്നേഹം വേണമെന്ന് മറ്റാരെക്കാളും ഏട്ടൻ അറിയില്ല. സാറിന് അമ്മ ഉണ്ടാക്കിയ പലഹാരം ബോധിച്ചോന്ന് തോന്നുന്നു. ബോധിച്ചു, നന്നായിട്ടുണ്ട്. അപ്പോ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ വേണ്ടയോ? എന്താ സാറിന്റെ അഭിപ്രായം? നിനക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? എല്ലാവരും നിർബന്ധിച്ചാ നമ്മുടെ നാടിന് നല്ലൊരു MLA-യോ നല്ലൊരു മന്ത്രിയോ കിട്ടുന്ന കാര്യമല്ലേ? അല്ല, സാർ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. നീ വെറുതെ സാറിനെ ബുദ്ധിമുട്ടിക്കാതെ. പ്രസാദ്, സാറ് കോഫി കഴിക്കട്ടെ. മന്ത്രിയെ പോക്കറ്റിലാക്കിയതുപോലെ തുളസി ചിലപ്പോ പ്രസാദേട്ടനെയും പറഞ്ഞ് പോക്കറ്റിലാക്കിയിട്ടുണ്ടെങ്കിലോ? പ്രസാദ് സാറിന് അതിനൊന്നും കിട്ടില്ല. തുളസിയാണ് ആദ്യ കല്യാണം കഴിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ അവൾ ഏത് കളിയും കളിക്കും. അതിനിപ്പോ ഞാൻ തുളസിയുടെ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? അമ്മയും മകളും കൂടെ പ്രസാദേട്ടനെ പറഞ്ഞ് പാട്ടിലാക്കിയിട്ടുണ്ടോന്നറിയാലോ. കണ്ണുനീരിൽ അലിഞ്ഞു പോകുന്നവനാ പ്രസാദേട്ടൻ. പ്രിയയും തുളസിയും നിന്ന് കരഞ്ഞ പ്രസാദേട്ടൻ പിന്നെ മറ്റൊന്നും നോക്കില്ല. തുളസിയെ പിടിച്ച് ആ നിമിഷം തന്നെ ആദ്യം ഏൽപ്പിക്കും. അങ്ങനെ ചെയ്യോ? പ്രസാദേട്ടൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ പ്രിയ. അവളുടെ വക അങ്ങനെ ഒരു കൈവിഷ പ്രയോഗവും ഉണ്ടാവും. വേണമെങ്കിൽ ആങ്ങളെയും പെങ്ങളും കൂടെ ബ്രഹ്മശ്രീ രാജവർമ്മയെ കാണാൻ ഒരിക്കൽ കൂടി പോയെന്നും ഇരിക്കും. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി വിവരം അന്വേഷിച്ചിട്ട് വരാം. ചേട്ടാ കോഫി വേണ്ടെങ്കിൽ ഇത് കുടിക്കും. എനിക്കും വേണം. തരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. തിരക്കില്ലെങ്കിൽ ഊണ് കഴിച്ചിട്ട് പോവാം. ഇതെന്ത് വർത്താനമ്മേ? ക്ഷേത്രത്തില് ദുർഗാമ്മ അന്നദാന മഹോത്സവം നടത്തുമ്പോ സാർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ? വേണമെന്നില്ല. വേണമെങ്കിൽ മന്ത്രി വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോ ഇവിടുന്ന് കഴിക്കുമായിരിക്കും. എന്ത് കേടി നീ പറയുന്നത്? ചിലർക്ക് നമ്മളെ ഒന്നും പിടിക്കില്ലമ്മേ. വലിയ വലിയ ആളുകൾ റെക്കമെൻഡ് ചെയ്താലേ അവര് നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യുള്ളൂ. നോക്കിക്കോ, കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാനും മന്ത്രിയായെന്ന് വരും. അപ്പൊ എന്റെ വാക്കും അനുസരിക്കേണ്ടതായി വരും ചിലർക്കൊക്കെ. ഇയാൾ ഉറങ്ങിയതോ അതോ മരിച്ചതോ? ചത്തിട്ടില്ല. ഇയാളെ പുറത്തു നിർത്തി പ്രസാദ് സാറിനെ മണിയടിച്ച് അകത്ത് കയറ്റിയിരിക്കുക പ്രിയയും മകളും. കാണിച്ചു തരാം. മന്ത്രിയുടെ ഓർഡർ അനുസരിച്ചിട്ടായാലും പ്രസാദേട്ടന് പ്രിയയുടെ വീട് വരെ ഒന്ന് പോവാൻ പറ്റിയല്ലോ. നന്നായി. എന്റെ ഡ്യൂട്ടിയല്ലേ, ചെയ്തിരിക്കാൻ പറ്റില്ല. പ്രിയയ്ക്കും തുളസിക്കും സന്തോഷമായി കാണുമല്ലേ? എന്താ അവര് പറയുന്നത്? പ്രസാദേട്ടനോട് അവർക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? ദേഷ്യമില്ലാതിരിക്കില്ലല്ലോ. അതൊക്കെ പ്രസാദേട്ടന് തോന്നുന്നതായിരിക്കും. പ്രിയയ്ക്കും തുളസിക്കും ഒരിക്കലും പ്രസാദേട്ടനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. വീട് വരെ പോയ സ്ഥിതിക്ക് അവളൊരു കോഫിയെങ്കിലും ഉണ്ടാക്കി തന്നു കാണുമല്ലോ. അതോ ജ്യൂസോ? രണ്ടും ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊന്നും ഉണ്ടാക്കി തന്നില്ലേ?
താനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കറിയാം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പ്രസാദേട്ടന്റെ കൈ കിട്ടിയ പ്രിയ വെറുതെ വിടില്ലാന്ന്. ഉള്ളിലെ സ്നേഹം മുഴുവൻ ഒഴുക്കി വിട്ട് കാണും. അവള് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിരുന്നു. എന്നിട്ടെന്തേ കഴിച്ചില്ലേ? അത് ഡ്യൂട്ടിയുടെ ഭാഗമല്ല. എന്നിട്ട് കോഫി കഴിക്കുകയും കഥ പറയുകയൊക്കെ ചെയ്തല്ലോ. കഥ പറയാനോ? അല്ല, കുറെ സമയം അവരുടെ കൂടെ അവിടെ ചെലവഴിച്ചതുകൊണ്ട് ചോദിച്ചതാ. മന്ത്രിയുടെ ആവശ്യപ്രകാരം തുളസിയെ വീട്ടിൽ വിട്ടുകൊടുത്തത്. ആ സ്ഥിതിക്ക് അവളോടും അവളുടെ അമ്മയോടും മാന്യമായിട്ട് പെരുമാറേണ്ടത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അവളോടും അവളുടെ അമ്മയോടും ഒന്നോ? പ്രസാദേട്ടൻ എന്താ ഒരു ബന്ധമില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത്? പ്രസാദേട്ടന്റെ അനിയത്തിയല്ലേ പ്രിയ? അവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ പ്രസാദേട്ടൻ സംസാരിക്കണ്ടേ? ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അറിഞ്ഞിട്ട് എന്തിനാ? എനിക്കങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകളായിട്ട് ബന്ധമുള്ളതാ. പറ, നിനക്ക് എങ്ങനെ അറിയും? അതൊക്കെ ഉണ്ട്. എന്നാലും മിനിസ്റ്ററുമായിട്ടുള്ള പരിചയം. അച്ഛന്റെ കൂടെ നിന്നെ വീട്ടിൽ പറഞ്ഞയക്കുന്നു. എങ്ങനെയാ നീ അവരറിയുന്നത്? പറഞ്ഞില്ലടാ, മിനിസ്റ്ററിന്റെ വലിയ ഫ്രണ്ടാ. തുളസി, നീ തമാശകളാ. ഇത്രയും കാലേ നീയും മിനിസ്റ്ററും തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു എനിക്കറിയാലോ. ആ, നീ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. എങ്കിൽ നമ്മുടെ കാര്യം നീ എന്തുകൊണ്ട് മിനിസ്റ്ററോട് പറഞ്ഞില്ല ഇത്രയും കാലം? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാനും മന്ത്രിയും തമ്മിൽ എടിപൊടി ബന്ധമാ. തുളസി, നീ തമാശകളാ. എങ്ങനെയാ നീ മന്ത്രിയും തമ്മിൽ പരിചയപ്പെട്ടെ? ആ, അത് പിന്നെ മിനിസ്റ്റർ ആവുന്നതിന് മുമ്പേ ഗായത്രി ടീച്ചർ എന്റെ PA ആയിരുന്നു. ഞാനല്ല അവരെ നിർബന്ധിച്ച് ഇലക്ഷന് നിർത്തിയത്. എന്റെ കാശ് കൊണ്ടല്ലേ അവർ ഇലക്ഷൻ പ്രചാരണം നടത്തിയത്. പിന്നെ ജയിച്ചതിന് ശേഷം എന്നെ എന്നും അവര് വീട്ടിലേക്ക് വിളിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോവാറില്ലെന്ന് മാത്രം. അപ്പൊ നീ പറയില്ല എന്ന് ചുരുക്കം. എടാ, നിന്നെ പോലെ എനിക്ക് ലോക്കൽ സെറ്റപ്പ് അല്ല. പിന്നെ ഇതങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമാണോ? ശരി, ഞാൻ വിട്ടു. നിക്ക്, നീ അങ്ങനെ പിണങ്ങി പോവാതെ. ഒന്നുമില്ലെങ്കിലും പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചറുടെ ഫ്രണ്ടിന്റെ കാമുകനല്ലേ നീ? നിനക്കൊരു വെയിറ്റ് ഇരിക്കട്ടെ. എനിക്ക് ആ വെയിറ്റ് വേണ്ടെങ്കിലോ? മാറങ്ങോട്ട്. മനസ്സിനിപ്പോ എന്തോ ഒരു സന്തോഷം തോന്നുന്നു ചേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ അധിക്ഷേപിച്ചാലും പ്രസാദേട്ടൻ ഇവിടെ വന്നില്ലേ? ഞാനുണ്ടാക്കിയ ചായ കഴിച്ചു. എനിക്കതൊക്കെ മതിയെന്ന് തോന്നുന്നു. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തുളസി മോൾക്ക് അർഹതപ്പെട്ടതാ. തീർച്ചയായിട്ടും. സ്വന്തം അച്ഛനെയാണ് അവള് വെല്ലുവിളിച്ചിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മിനിസ്റ്ററുമായിട്ട് തുളസി മോൾക്ക് എങ്ങനെയാ ഇത്ര അടുപ്പം? അവള് പറയുന്ന കാരണങ്ങളൊന്നും അല്ല അതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. ദിവസത്തിൽ എത്ര പേരെ കാണുന്ന ആളാണ് മന്ത്രി. തുളസിയെ ഇത്രമാത്രം ബഹുമാനത്തോടെയും കരുതലോടെയും ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവര് തമ്മിലുള്ളത് നിസ്സാര ബന്ധമൊന്നും അല്ലാന്ന് വേണം കരുതാൻ. നിങ്ങളെ പോലീസ് ബുദ്ധി കൊണ്ട് അത് കണ്ടുപിടിക്കും. ACP കൃഷ്ണപ്രസാദും ഇപ്പോഴത് തന്നെയാവും ആലോചിക്കുന്നത്. തുളസിക്ക് എങ്ങനെയാണ് മിനിസ്റ്റർ ഗായത്രി ടീച്ചറുമായി ഇത്ര അടുപ്പെന്ന്. ഇനി അവള് പറഞ്ഞതുപോലെ ഇലക്ഷന് മത്സരിക്കുമെന്ന് എന്റെ പേടി. അതിന് പേടിക്കാൻ എന്തിരിക്കുന്നു? അഭിമാനിക്കല്ലേ വേണ്ടത്. അടിയും പിടിയും കേസും ഒക്കെ ആയിട്ട് അതൊന്നും ശരിയാവില്ല. ഇലക്ഷന് മത്സരിക്കുന്നതും മന്ത്രിയാവുന്നതും ഒക്കെ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അതൊരു ജനസേവനമാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആരാന്ന വിചാരം? ജേഡന് എന്തൊക്കെ പറഞ്ഞാലും എന്റെ തുളസിമോള് മന്ത്രി ആവണ്ട. അപ്പൂസ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. പക്ഷേ ആദ്യമായിട്ട് മറക്കണമെന്ന് മാത്രം പറയരുത്. മറക്കാതിരിക്കാൻ മാത്രം ആഴത്തിൽ ആദ്യം നിന്റെ മനസ്സിലില്ലാന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? നിന്റെ മാമൂസ് പറഞ്ഞു വീർപ്പിച്ച കെട്ടുകഥകളിൽ നീ ഒരു ബലൂൺ പോലെ പൊങ്ങി നടക്കുന്നു. അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ആദ്യമായിട്ട് വേണം. നീ എങ്ങനെ വാശി പിടിച്ചാലും ആദ്യം നിനക്ക് കിട്ടില്ല. ആ യാഥാർത്ഥ്യം എന്റെ മോൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. തുളസിയെ മറന്ന് ആദ്യം ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ, ആദിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ?
അവന്റെ മനസ്സിൽ സദാ നേരവും തുളസി മാത്രമായിരിക്കും. എന്റെ കുട്ടിയുടെ ജീവിതം പിന്നെ കണ്ണീരിൽ നിറഞ്ഞ ഒരു കളിപ്പാട്ടം മാത്രമായിരിക്കും. ആർക്കും എന്നെ ഇഷ്ടമല്ല, അപ്പൂസിനും എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടല്ല സങ്കടം പറയാമെന്ന് എന്നെ ഉപദേശിക്കുന്നത്. മാമസിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. മോൾ എത്രയും വേഗം ദേവമംഗലത്തിൽ നിന്ന് തിരിച്ചു പോണം. ആ വീട്ടിൽ വിലയില്ലാതെ ജീവിക്കേണ്ടവളല്ല നീ. ഇപ്പൊ തന്നെ നിന്റെ വിദ്യാഭ്യാസം, കരിയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി അത് ഉണ്ടാവരുത്. മാമസ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. മാമസ് എന്നെ പറയട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന്. ഒരു ഉപദേശം വന്നിരിക്കുന്നു. പിന്നെങ്ങനെ മന്ത്രിയുമായിട്ട് അവൾക്ക് ഇത്ര അടുപ്പമുണ്ടായി? തന്റെ മോളല്ലേ, തനിക്ക് ചോദിക്കാൻ പാടില്ലേ? ഞാൻ ചോദിച്ചിട്ട് അവള് കൃത്യമായിട്ടൊരു മറുപടി തരുന്നില്ല. എന്തായാലും ഗായത്രി ടീച്ചറുടെ പാർട്ടിയിലെ ആർക്കും തന്നെ തുളസി അറിയില്ല. അപ്പോ ഒരു കാര്യം ഉറപ്പാ. എന്ത് കാര്യം? അവര് തമ്മിലുള്ള ബന്ധം ഒരു രാഷ്ട്രീയ ബന്ധമല്ല, അതിനും അപ്പുറം ദൃഢമായ ഒരു സൗഹൃദമാണ്. പക്ഷേ തുളസി മന്ത്രിയുമായി ഇതിനുമുമ്പ് കാണാനോ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. ചിലപ്പോ ഈ FB-യിലോ ഇൻസ്റ്റാഗ്രാമിലുള്ള പരിചയമായിരിക്കും. അതിനൊന്നും ഇത്ര ശക്തി കാണില്ല. എന്തായാലും താൻ കോൾ അടിച്ചു എന്ന് കരുതിക്കും. എന്താ അങ്ങനെ? മകൾക്ക് മന്ത്രിയുമായി നല്ല പിടിപാടല്ലേ, പ്രമോഷൻ സാധ്യത കളയണ്ട. അതൊന്നും പാടില്ല. എന്നും ഇങ്ങനെ സാധാ പോലീസായി കഴിഞ്ഞാ മതിയോ? തുളസിക്ക് കല്യാണമൊക്കെ വരികയല്ലേ, ജോലി കയറ്റം കിട്ടിയ ശമ്പളവും കൂടും. തൽക്കാലം ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിമോഹമൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. താൻ വലിയ അഭിമാനിയാണല്ലോ. അഭിമാനികളെ രക്ഷപ്പെടാൻ പാടാ. സാരമില്ല. ആ കാര്യത്തിൽ തുളസിയും പിന്നിലല്ല, അച്ഛന്റെ മോള് തന്നെയാ. നീ എന്താ ലേറ്റാവെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോന്നോ? എനിക്ക് പോരേണ്ടി വന്ന ആന്റി. നീ എന്താ കരയാണോ? കരയിപ്പിച്ചത് ആന്റി. ആര്? വഴിയിൽ വെച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്നെ ഒരു വഴിക്കും പോവാൻ സമ്മതിക്കുന്നില്ല ആന്റി. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? മന്ത്രിയുടെ മുകളിൽ ഒരാളില്ലേ, അവള്. മന്ത്രിയുടെ മുകളിൽ ഏതവള്? ഏത് മന്ത്രി? തുളസിയെ തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രി ഇല്ലേ? ഗായത്രി ടീച്ചറോ? അതൊന്നും എനിക്ക് അറിയില്ല. ആ മന്ത്രിയെ കൊണ്ട് എന്നെ പിടിപ്പിച്ച് ജയിലിലിടുന്നു പറഞ്ഞു. ആര്? തുളസിയോ? അല്ലാതെ പിന്നെ ആരാ? നീ ഇത്ര പൊട്ടിയായി പോയല്ലോ. അവള് പറഞ്ഞ അത് ചെയ്യൂ ആന്റി. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ എന്തിനാ ജയിലിൽ പിടിച്ചിടുന്നത്? തുളസി വിചാരിച്ച അതൊക്കെ നടക്കും. ആ മിനിസ്റ്ററെ, അവർക്ക് തുളസിയെ ഭയങ്കര പേടിയാ. അവൾ എന്ത് പറഞ്ഞാലും മിനിസ്റ്റർ ചെയ്യും. മിനിസ്റ്റർക്ക് തുളസിയെ പേടിയോ? ദുർഗാന്റിക്ക് അറിയാഞ്ഞിട്ടാ. തുളസിയുടെ കൈ കൊമ്പുള്ള മിനിസ്റ്റർ. ഏത് കൊമ്പത്തെ മിനിസ്റ്ററോ അവളുടെ ഉള്ളം കയ്യിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ചവിട്ടി ആരയ്ക്കും ഞാൻ അവളെ. ആന്റിക്ക് തുളസി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആന്റിക്കെന്നല്ല, ഇനി ആർക്കും തുളസിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവള് അത്രയും കോൺഫിഡൻസിൽ എന്നോട് സംസാരിച്ചത്. അവളുടെ കോൺഫിഡൻസ് അതവളുടെ വീട്ടിൽ വെച്ചാ മതി. തുളസി എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ എനിക്ക് സങ്കടം. പിന്നെ നീ എന്തിനാ കരഞ്ഞത്? ആദ്യേട്ടനും അവളോടൊപ്പം ചേർന്ന് എന്നെ കളിയാക്കി. അതാ എനിക്ക് ഇത്രയും സങ്കടം. ആദ്യം അവളുടെ കൂടെ ഉണ്ടോ? അവൾ എപ്പോഴും ആദ്യേട്ടന്റെ കൂടെ അല്ലേ കറങ്ങുന്നത്, സയാമി സിരട്ടുള്ള പോലെ. ആദ്യേട്ടന്റെ ബൈക്കിൽ ഒട്ടി നിൽപ്പുണ്ട് ദുഷ്ടത്തി. ആ സയാമി സിരട്ടകളെ വേർപെടുത്താൻ സമയമായി. വേർതിരിക്കണം ആന്റി. ഇനിയും ലേറ്റ് ആയില്ലേ, അപകടമാണ്. ഇനിയും ലേറ്റായ അതിലൊരാള് മാത്രമേ ജീവനോടെ ഉണ്ടാവൂ. അപ്പൊ തുളസി ആയിരിക്കും മരിക്കുന്നതല്ല ആന്റി? ഒരാൾ ജീവിക്കാൻ മറ്റൊരാളെ കൊല്ലേണ്ടി വരും. അത് ചെയ്തല്ലേ പറ്റൂ. എന്താ? ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. താങ്ക്സോ? എന്തിന്? മന്ത്രിയുടെ ഓർഡർ പ്രകാരമാണെങ്കിലും പ്രസ വീട്ടിൽ വന്നല്ലോ. ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് പ്രിയയെ സംബന്ധിച്ച്. പ്രസ അവിടെ കയറുമെന്നും കോഫി കഴിക്കുമെന്നും ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. അത് ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പ്രിയ ഇപ്പോ നല്ല ഹാപ്പിയാണ്. അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. ഒരു അനിയത്തിക്ക് അവളുടെ ഏട്ടനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായതുകൊണ്ട് പറഞ്ഞതാണ്. പരിഹസിക്കുകയാണോ? ഒരിക്കലുമല്ല. പ്രിയ സന്തോഷത്തോടെ ഇരിക്കുന്നറിയാൻ പ്രസയ്ക്ക് താല്പര്യമില്ലേ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത്തരം സെന്റിമെന്റ്സ് പറയാനുള്ള സ്ഥലം ഇതല്ലാന്ന് ഞാൻ പലതവണ ജയനോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രസ ഈ വാശി? പ്രസ എന്തെല്ലാം തുളസിയോടും പ്രിയയോടും ചെയ്തു. എന്നിട്ടും അവർ പ്രസയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അവരുടെ സ്നേഹം അത് ഞാൻ കണ്ടു. മന്ത്രിയുടെ പിൻബലത്തിൽ എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചാണോ ഞാൻ സ്നേഹമായിട്ട് കാണേണ്ടത്?
അടിമപ്പണി ചെയ്യിക്കാനോ? എനിക്കറിയാമല്ല. എന്നെ നാണം കെടുത്താൻ വേണ്ടി മന്ത്രിയും തുളസിയും കൂടി നടത്തിയ നാടകമാണിതെല്ലാം. അങ്ങനൊന്നും പറയരുത്. തുളസി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയായിട്ടുള്ള ബന്ധം വെച്ച് എന്നെ സ്ഥലം മാറ്റിക്കളയാൻ വല്ല തീരുമാനമുണ്ടോ തന്റെ മകൾക്ക്? എന്താ പ്രസ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ എന്റെ മാത്രം ആളല്ലല്ലോ. പ്രസയ്ക്കും അവള് മകളെ പോലെ തന്നെയല്ലേ? അല്ല, എനിക്ക് ഒരു മകനേ ഉള്ളൂ, ആദിത്യൻ. വഴി കാണുന്ന പെൺകുട്ടികൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വഴിയിൽ കാണുന്ന പെൺകുട്ടിയല്ല, അവൾ പ്രസയുടെ സ്വന്തം മകളാണ്. അവര് ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാ പിന്നെ മൂക്കുമുട്ടി തീറ്റിച്ച് അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയിരിക്കണം. അത് ദുർഗേശിയുടെ മെടുക്കുപോലെ ഇരിക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്വീകരണമായിരിക്കണം നമ്മളിവിടെ ഗായത്രി ടീച്ചർക്ക് കൊടുക്കുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? മിനിസ്റ്റർ ഗായത്രി ടീച്ചർക്ക് തുളസിയേക്കാൾ വേണ്ടപ്പെട്ടവളായി ദുർഗേച്ചി മാറണം. എന്നിട്ടവരെ ഉള്ളം കൈകളിലിട്ട് അമ്മാനമാടണം. അതിന് കഴിയോ ദുർഗേച്ചിക്ക്? നോക്കാം. മന്ത്രിയുമായി ഒട്ടി നിൽക്കാൻ പറ്റിയ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ദുർഗേച്ചിക്ക് പറ്റിയ ആ ബന്ധം ഉപയോഗിച്ച് അവളെ തുരത്താൻ എളുപ്പമാണേ. തുളസിയെ തുരത്തി ഓടിക്കാൻ വേണ്ടി എന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയവളാ ഞാൻ. തുളസിയെ തുരത്താൻ വേണ്ടി മാത്രമല്ല, മന്ത്രി ഗായത്രി ടീച്ചറുമായി കനകദുർഗയ്ക്ക് ബന്ധമുണ്ടെന്ന് നാലാളെന്ന് അറിയട്ടെ. അതൊരു വെയിറ്റ് അല്ലേ? നോക്കാവെന്ന് പറഞ്ഞില്ലേ? മിനിസ്റ്റർ ഗായത്രി ടീച്ചർക്ക് വേണ്ടി കനകദുർഗ ഒരുക്കുന്ന വിരുന്ന് തുളസിക്കുള്ള ബലിച്ചോറാണ്. അങ്ങനെ ആക്കിയിരിക്കും ഞാൻ. ഇതെന്തിനാ ഇവിടെ വന്നത്? ഇത് നമ്മുടെ പറമ്പല്ലേ, കൃഷിയൊക്കെ എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോഴേക്കും ഗൃഹനാഥനായോ? ഇതേ തർക്കഭൂമിയാ. തർക്കഭൂമിയോ? ആ, അതായത് നിന്റെ അമ്മ പറയുന്നു ഇത് നിങ്ങളുടെയാണെന്ന്. പക്ഷേ നിയമപ്രകാരം ഇത് എന്റെ അമ്മയുടെ പേരില. എന്ന് വെച്ചാ അമ്മയുടെയും മാമന്റെയും പേരില. ആ, എന്തായാലും നമുക്ക് സംസാരിക്കാൻ നിയമ തടസ്സമൊന്നുമില്ലല്ലോ. എന്താ എന്തുപറ്റി? മുള്ളുത്തിടാ. പതുക്കടാ. നിക്കേ. ചെരുപ്പിട്. അയ്യോ, ഗായത്രി ടീച്ചർ, മിനിസ്റ്റർ. മിനിസ്റ്റർ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നു. ആ, മിണ്ടായിരിക്കും. പറ, നിന്നെ എന്തിനാ മന്ത്രി വിളിച്ചത്? അമേരിക്കയിൽ ഒരു ബോംബ് ഇട്ടാലോ എന്ന് ചോദിക്കാൻ. എന്തേ, വിശ്വാസമില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. ഈയിടെയായിട്ട് നിന്റെ തള്ളു കുറച്ച് കൂടുന്നുണ്ട്. മന്ത്രി എന്നെ വിളിച്ചു എന്നുള്ളത് സത്യ. ആ, എങ്കിൽ എന്തിനാ വിളിച്ചതെന്ന് പറ. നമ്മുടെ ഈ ഭാഗത്ത് എവിടെയോ മന്ത്രി ആരോ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടത്രേ. വരുമ്പോ എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ആ, വരുമ്പോ വിളിക്കാൻ പറഞ്ഞു. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കാണാം. ആ, അപ്പൊ ഇതും അത് തന്നെ. ഏത് തന്നെ? മോളെ, ഇനി നീ അധികം പൊട്ട് കഴിക്കണ്ട. നിനക്ക് തള്ളിന്റെ അസുഖം കൂടി. അയ്യോ, തള്ളല്ല. അത് കേട്ടപ്പോഴേ മനസ്സിലായി. സത്യമായിട്ടും മനസ്സിലായി എന്ന് പറഞ്ഞില്ല ഞാൻ. ഞാൻ ലാസ്റ്റ് പറഞ്ഞതൊഴിച്ച് ബാക്കിയെല്ലാം സത്യ. മന്ത്രി വരുന്നുണ്ട്, എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കാണാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ശരിയെന്നാ, ഞാൻ ഇറങ്ങാം. അച്ഛാ ഒന്നേ. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും അച്ഛന് വിശ്വാസമായിട്ടില്ലേ? വിശ്വസിക്കാൻ പറ്റിയ രീതിയിൽ കള്ളം പറയാൻ നീ ഇപ്പോഴും പഠിച്ചിട്ടില്ല. നോക്കിക്കോ, മന്ത്രി വരുമ്പോ അച്ഛനെ കൊണ്ട് ഞാൻ എനിക്കും മന്ത്രിക്കും എസ്കോട്ട് നടത്തിക്കും. അത്രയും മതിയോ? ആ കാര്യം ഞാൻ ഏറ്റു. നീ ഒന്ന് മാറിക്കേ.
പോട്ടെ. മന്ത്രി വരട്ടെ, അപ്പോഴേക്കും കുറച്ച് ഹിന്ദി പഠിച്ചു വെക്കാം. എന്തിന്? മിനിസ്റ്ററായി സംസാരിക്കാനേ ഹിന്ദി മസ്റ്റാണ് ആദ്യേട്ടാ. മന്ത്രി മലയാളിയാ, അവര് മലയാളം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ ഡൽഹിന്നല്ലേ മന്ത്രി വരുന്നേ? നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രി എന്തിനാ ഡൽഹിയിൽ നിന്ന് വരുന്നേ? ഞാൻ കരുതി മിനിസ്റ്റർ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ടായിരിക്കും ഈ ഹിന്ദി ഭാഷാ സഹായം കൊണ്ട് നടക്കുന്നത് അല്ലേ? അതല്ല, മന്ത്രി ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ? ഹിന്ദിയിൽ സംസാരിച്ചാലോ? അതെ. അതിന് മന്ത്രിക്ക് ഹിന്ദി അറിഞ്ഞിട്ട് വേണ്ടേ? ഹിന്ദി അറിയാത്ത മിനിസ്റ്ററോ? ഓ മൈ ഗോഡ്. അതെ, ഈ മന്ത്രിയാവാനേ ഹിന്ദി അറിയണമെന്നൊന്നുമില്ല. ഞാൻ ഇത്ര സമയം വേസ്റ്റ് ചെയ്തു. വേസ്റ്റ് ഒന്നുമല്ല, പഠിച്ചു വെച്ചോ. നിന്നെ ഏതെങ്കിലും ബംഗാളി വന്ന് കെട്ടിക്കൊണ്ട് പോകുമ്പോ ഉപകാരപ്പെടും. എന്നെ കെട്ടുന്ന ആദ്യേട്ടനല്ലേ? ആദ്യേട്ടാ, പുറത്തേക്കാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ആദ്യേട്ടാ. എന്താ? ആദ്യേട്ടാ, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. നാളെ മന്ത്രി വരുമ്പോഴേ സുന്ദരിയായിട്ട് ഇരിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ നീ സുന്ദരിയല്ലേ, ഫേഷ്യലിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ. അതെയോ? എന്നാ പിന്നെ ആദ്യമായിട്ട് പോയിക്കോ, ഞാൻ വരുന്നില്ല. ശരി. കളിയാക്കിയതായിരിക്കും. എന്റെ പൊന്നു ദുർഗ, ഞാൻ പറഞ്ഞതല്ലേ, ഗായത്രി ടീച്ചർക്ക് ഇത്തരം ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഇഷ്ടമല്ല എന്നുള്ളത്. എടോ, അവര് വരുന്നതും പോകുന്നതും ഒക്കെ കഴിയുന്നതും രഹസ്യമായിട്ട് വെക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഗേറ്റിൽ ആനകളെ നിർത്താനും പഞ്ചവാദ്യം മുഴക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നാളെ അവര് നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ വരുന്നത്. അതിനു വേണ്ട എല്ലാ മര്യാദകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവർക്കുള്ള ഭക്ഷണം ഒരുക്കാം, അല്ലാതെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും വേണ്ട. ദുർഗയ്ക്ക് പേരെടുക്കാനോ പബ്ലിസിറ്റി ഉണ്ടാക്കാനോ വേണ്ടിയല്ല പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചർ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എനിക്ക് അവരെ ഇഷ്ടമാ. ചെറിയ തോതില് ഒരു ആരാധനയുണ്ടെന്ന് കൂട്ടിക്കും. കുറച്ചു സമയം ഇരുന്ന് സംസാരിക്കണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കുത്താമ്പുള്ളി സാരി നൽകണം. അത്രയായ മഹാഭാഗ്യം എന്ന് കരുതുന്നവളാ ഞാൻ. നല്ല. അല്ല, മിനിസ്റ്റർ നാളെ എപ്പോഴായിരിക്കും വരുന്നത്? ഉച്ചയ്ക്ക് മുന്നെത്തുന്നാണ് പറഞ്ഞത്. കറക്റ്റ് ടൈം നാളെ രാവിലെ അറിയാം. വരാതിരിക്കില്ലല്ലോ. മന്ത്രിമാരുടെ കാര്യമല്ലേ, ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് പെട്ടാൽ അവരതിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. നാളെ പ്രത്യേകിച്ച് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് മന്ത്രി നാളെ ഇവിടെ എത്തും. താനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, തന്റെ ഗിഫ്റ്റ് സ്വീകരിക്കുകയും ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് പ്രസാദേട്ടാ, എന്റെ പ്രതീക്ഷകളും കാത്തിരിപ്പുകളും ഇതുവരെ തെറ്റിയിട്ടില്ല, ഇനി തെറ്റുകയില്ല. ഉറക്കം വരുന്നില്ലെങ്കിലേ ഒരു പിടി സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചു കഴിക്കും. സുഖമായിട്ട് ഉറങ്ങിക്കോളും, എന്നേക്കുമായിട്ട്. അതോടെ ബാക്കിയുള്ളവർക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ. നിനക്കെല്ലാം തമാശയാണ്. അയ്യോ, ഇത് തമാശയല്ല, സീരിയസ് ആയിട്ട് എന്നെ പറഞ്ഞതാ. നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങൂ, അത് വേണ്ട തുളസി. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അതല്ലേ നല്ലത്. അതല്ലെങ്കിൽ നീ വിവാഹത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കോ. അതെ, ഞാൻ എവിടെ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ചിലപ്പോ രാഷ്ട്രീയത്തിൽ ഇറങ്ങും, ചിലപ്പോ സിനിമയിലും കയറും. അതൊക്കെ എന്റെ ഇഷ്ടം. നീ പോയി കിടന്ന് ഉറങ്ങടാ പ്ലീസ് തുളസി. ഈ കാര്യവും പറഞ്ഞ് ഇനി എന്നെ വിളിച്ചുണർത്തിയാ ഞാൻ ചിലപ്പോ കൊലപാതകത്തിന് ഇറങ്ങിയെന്ന് വരും. എന്നിട്ട് ജയിലിൽ കയറും, നിന്നെ കൊന്നിട്ട്. നീ എവിടെ പോയതാ? ഇതെന്താ കയ്യില് പൂത്താലൊക്കെ ആയിട്ട്? ഇവിടെ എന്താ രംഗപൂജയോ മറ്റോ ഉണ്ടോ? അപ്പൊ മോനൊന്നും അറിഞ്ഞില്ലേ? എന്താ? ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അതാരാ? അതൊക്കെ വരുമ്പോ അറിഞ്ഞാ മതി. പറ. അത് സസ്പെൻസാ. ഒരു 2 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. വരുന്നത് മന്ത്രിയില്ലേ? പിന്നെ ചേടാ, ഇവനിതെങ്ങനെ അറിഞ്ഞു? പൂവും താലവും ഒന്നും വേണ്ട, മന്ത്രിക്ക് അതൊന്നും ഇഷ്ടാവില്ല. അപ്പൊ പനിനീര് കൊടയണ്ടേ? പനിനീര് കൊടയാനോ?
അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല സുലു. ഇവരിത് എന്ത് മന്ത്രിയാ? ഞാനിങ്ങാനും ആയിരിക്കണമായിരുന്നു. ഈ വീട് ഞാനൊരു പൂരപ്പുറമ്പാക്കിയേനെ. അതുകൊണ്ടാണല്ലോ അവര് മന്ത്രിയും നീ വീട്ടുകാരിയും ആയത്. ഈ മന്ത്രി വരുന്ന കാര്യം ദുർഗേച്ചി ആദ്യോട് പറഞ്ഞായിരുന്നു? ഇല്ല. എന്നിട്ട് അവൻ ചോദിച്ചല്ലോ ഇവിടെ മന്ത്രി വരുന്നുണ്ടോന്ന്. അത് ചിലപ്പോ നിന്റെ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് അവന് തോന്നിയതായിരിക്കും. നീ ഒരു കാര്യം ചെയ്, ആ ഗേറ്റ് നന്നായിട്ട് തുറന്നിട്ട്. ദുർഗേച്ചി, ദുർഗേച്ചി വരുന്നുണ്ട്. പതുക്കെ. മന്ത്രി വരുന്നുണ്ട്. അല്ല, ആതിര എവിടെ? അവള് രുക്മിണിയമ്മ കിടക്കുന്ന മുറിയുടെ വാതിലടയ്ക്കാൻ പോയിരിക്കുക. അതെന്തിനാ? അവര് ഉറങ്ങിക്കോട്ടെ. അഥവാ എഴുന്നേറ്റ് വന്ന് മന്ത്രിയെ എങ്ങാനും കണ്ട ആദ്യം തുളസിയുമായുള്ള വിവാഹം നടത്തി തരുമെന്ന് എങ്ങാനും ചോദിച്ചാലേ സ്വന്തം ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടുന്നതിന് തുല്യാവില്ലേ? ഇവിടെ ഉണ്ടാക്കിയതോ? ആ, ദുർഗേച്ചിക്ക് നല്ല കൈപുണ്യാ. ഓ, ഈ ജിലേബി ദുർഗേച്ചിയുടെ മാസ്റ്റർ പീസാ. മേഡം ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ പ്രസാദേട്ടാ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. കൊള്ളാം, നന്നായിട്ടുണ്ട്. സുലു, എന്താ മേഡം? സോറി, എന്താ ദുർഗേച്ചി? മാഡത്തിന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങള് കുറച്ച് പാക്ക് ചെയ്യാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. സാരമില്ല മേഡം, ഇതെല്ലാം വീട്ടിലുണ്ടാക്കിയതല്ലേ, കുട്ടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാ. ഇവിടെ അടുത്തല്ലേ തുളസിയുടെ വീട്? ഏത് തുളസി? സാറിന് അറിയില്ലേ? സാറിനോട് അന്ന് ഞാൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അറിയാം. അതിവിടെ തൊട്ടടുത്താ. അതെയോ? ഇവിടെ അടുത്താണ്. ആ കുട്ടിയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെ അവളിപ്പം വീട്ടിൽ കാണില്ല അല്ലേ ദുർഗേച്ചി? അല്ല, ഉണ്ടാവും എന്നോട് പറഞ്ഞതാണല്ലോ. തെണ്ടി തിരിഞ്ഞു നടക്കുന്ന കുട്ടിയല്ലേ, എപ്പോഴാ വരാ പോവാന്നൊന്നും ആർക്കും അറിയില്ല. ആ കുട്ടീന്ന് എവിടേക്കും പോവില്ല. ഞാൻ വരുമെന്ന് അവൾക്കറിയാം. നേരിൽ കാണണമെന്ന് ഞാൻ ആ കുട്ടിയോട് പറയുകയും ചെയ്തതാ. തുളസിയോട് ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അത് വേണോ മേഡം? എന്താ? അല്ല, തുളസി ഇപ്പോ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്താ, നിങ്ങൾ പിണക്കത്തിലോ മറ്റോ ആണോ? ഇല്ല. എങ്കിൽ ആരെങ്കിലും വിട്ട് തുളസിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ട്രൈ നോക്കട്ടെ. ഫോണും നോക്കട്ടെ കേട്ടോ. ഇതാണ് തുളസി. ഉള്ളതുപോലെ പറയും. എന്തിനും സ്വന്തമായ അഭിപ്രായം. മറ്റുള്ളവരെ സുഖിപ്പിക്കാനോ പുകഴ്ത്താനോ വേണ്ടി തുളസി ഒന്നും പറയാറില്ല. ഇവൾക്കിപ്പോ വേണമെങ്കിൽ 100-ൽ 100 110 ഒക്കെ പറയായിരുന്നു. പക്ഷെ ഇവളത് പറഞ്ഞില്ല. ഈ ജെന്യൂനിറ്റിയാ എനിക്കിഷ്ടം. എന്താ പറയുന്നു സാറേ? ശരിയാണ്. സത്യസന്ധമായ ഈ സംസാരം എനിക്ക് തുളസിയോടുള്ള അടുപ്പത്തിലുള്ള പ്രധാന കാരണം. അത് പിന്നെ പ്രസാദ് സാറിന്റെ മരുമോളല്ലേ, അപ്പൊ പിന്നെ സത്യസന്ധത കാണാതിരിക്കില്ലല്ലോ. സാറിന്റെ മരുമകളാണ് തുളസി? അത് എന്റെ അനിയത്തിയുടെ മകളാണ്. എന്നിട്ടെന്താ ഇതുവരെ ഈ കാര്യം എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ പറയാനൊരു അവസരം കിട്ടിയില്ലല്ലോ അല്ലേ സാറേ? അതെ. ഓ, എന്തായാലും ഇത് അത്ഭുതമായിരിക്കുന്നു. എന്റെ അമ്മയുടെ ഒരേ ഒരു ആംഗ്ലയാ പ്രസാദ് മാമൻ. അതെയോ? ചുമ്മാതല്ല, അമ്മാവന്റെ പാരമ്പര്യ മരുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. ദുർഗേച്ചി എന്തു പറയുന്നു? അതെ, ശരിയാണ്.
തുളസിക്ക് നല്ലൊരു ഭാവിയുണ്ട്. തീർച്ചയായും. തുളസി നാളൊരു പക്ഷെ നല്ലൊരു പോലീസ് ഓഫീസറോ MLA-യോ മന്ത്രിയോ ഒക്കെ ആയെന്നിരിക്കും. മാമിന്റെ നാവ് പൊന്നാവട്ടെ. ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയല്ലോ കാര്യങ്ങള്. എന്താ ചെയ്ത് താഴ്ത്ത്? ഇത് പ്രോട്ടോകോളാണ്. ഇവിടെ അച്ഛനും മകളും എന്നൊന്നുമില്ല. മേലുദ്യോഗസ്ഥനെ കാണുമ്പോ കീഴുദ്യോഗസ്ഥൻ സല്യൂട്ട് ചെയ്യണം. ഇവിടെ മറ്റാരും ഇല്ലല്ലോ കാണാൻ. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നതിലല്ല കാര്യം. ഇത് കമ്മീഷണർ ഓഫീസാണ്. കണ്ടാലും ഇല്ലെങ്കിലും പ്രോട്ടോകോൾ തെറ്റിക്കാൻ പാടില്ല. മാത്രമല്ല ഇതെന്റെ ഭാഗ്യമാണ്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം. ഇവിടെ നിന്നും റിട്ടയർഡ് ആകുന്നതുവരെ എന്നും നിന്നെ സല്യൂട്ട് ചെയ്യാൻ അവസരമുണ്ടാകണേ എന്നാണ് അച്ഛന്റെ പ്രാർത്ഥന. അത് കൊള്ളാലോ. ഈ വേഷത്തിൽ നിന്നെ കാണാൻ ഞാൻ എത്ര കൊതിച്ചതാണെന്നോ. ഇപ്പൊ മിനിസ്റ്റർ തന്നെ അതിന് അവസരം ഒരുക്കി തന്നു. നന്നായിട്ട് ചേരുന്നുണ്ട് നിനക്ക് ഈ വേഷം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിന് പറ്റിയില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ ഇതൊരു പ്രൊസീജറാ. അച്ഛനും മകളും തമ്മിലുള്ള പ്രൊസീജർ. മതി സല്യൂട്ട് ചെയ്തത് കേട്ടോ. അല്ല, മേലുദ്യോഗസ്ഥരെ കണ്ടല്ലേ? ഓ, പ്രോട്ടോകോൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം സല്യൂട്ട് അടിച്ച് നടക്കേണ്ടി വരുമല്ലോ. അച്ഛൻ പറഞ്ഞു നിന്റെ വീരസാഹസിക കഥകൾ. അതെന്ത് കഥ? നീ ഏതോ തെളിയാതെ കിടന്ന കേസിന് തുമ്പുണ്ടാക്കിയെന്നും 24 മണിക്കൂറിനിടയിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുത്തെന്നും ഒക്കെ. ഓ, അപ്പൊ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എല്ലാം ഇവിടെ വന്ന് വിളമ്പിയല്ലേ? പ്രസാദ് മാമനുമായിട്ട് വലിയ ഡിസ്കഷൻ ആയിരുന്നു അല്ലേ? എന്നാ പിന്നെ നിനക്ക് മാമനോട് പറയാൻ പാടില്ലായിരുന്നു? എന്ത്? ഇനിയെങ്കിലും നീയും ആദ്യമായിട്ടുള്ള വിവാഹം നടത്തി തരാൻ. അതൊന്നും ഒഫീഷ്യൽ കാര്യങ്ങളല്ലല്ലോ കൃഷ്ണപ്രിയെ. ഫാമിലി മാറ്റേഴ്സ് ചർച്ച ചെയ്യാനുള്ള സ്ഥലവും അതല്ല. എന്നാലേ വേഗം യൂണിഫോം ഒക്കെ മാറ്റി കുളിച്ചിട്ട് വാ. ഞാൻ നല്ല സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരാം. ഓക്കേ. യെസ് മാഡം. പറയൂ. നിന്നെ ഒന്ന് തനിച്ചു കിട്ടാനായിട്ട് ഞാൻ എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു. എപ്പോ നോക്കിയാലും നിനക്ക് തിരക്ക്. അതല്ലെങ്കിൽ വീർപ്പിച്ചു കിട്ടിയ മുഖമായിട്ട് അകത്ത് വാതിലടച്ചിരിക്കും. എന്താ നിനക്ക് പറ്റിയത്? അമ്മേ, എനിക്ക് പോവാൻ തിടുക്കുണ്ട്. എനിക്കറിയാം. എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയ കള്ളനെ പോലെ നീ ഒഴിഞ്ഞു മാറും. നീ ഒരു പോലീസല്ലേടാ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വല്ല അരിഷ്ടോ കുഴമ്പോ എന്തെങ്കിലും വേണമെങ്കിൽ പറയൂ, ഞാൻ വരുമ്പോ കൊണ്ടുവരാം. എനിക്ക് കുറച്ച് വിഷം വേണം, അത് നീ കൊണ്ടുവരുമോ? അത് കഴിച്ചിട്ട് എനിക്ക് മരിക്കണം. ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുന്നതിലും ഭേദം അതാ നല്ലത്. ഈ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും നീ ചെയ്തു തരില്ലേ? അമ്മേ, അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞല്ലേ? നീ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ജോത്സ്യൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് നീ ആദ്യം തുളസിയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാൻ പേടിക്കുന്നു. ആദ്യം തുളസിയുമായിട്ടുള്ള ജാതക പൊരുത്തം നോക്കിയ രാജവർമ്മ തിരുമേനി പറയുന്നു അവര് തമ്മിൽ 10ൽ 10 പൊരുത്തം ഉണ്ടെന്ന്. അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭനായ ഏത് ജ്യോതിഷിയാ നിന്റെ മനസ്സ് മാറ്റിക്കളഞ്ഞത്? കുടുംബക്ഷേത്രത്തിൽ സ്വയംവര പൂജ നടത്തി. കുടുംബ ഭരദേവതകളും അവർക്കൊപ്പമായിരുന്നു. നീ അപ്പൊ അവിടെ ഉണ്ടാവണമായിരുന്നു. സർപ്പദംശനമേറ്റ് വിരൂപനായിട്ടും രമേദ്യ നളനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണമാല്യ അണിയിച്ചതുപോലെ കണ്ണു കെട്ടി അന്ധനാക്കിയിട്ടും ആദ്യമോൻ തുളസിയുടെ കഴുത്തിൽ തന്നെ സ്വയംവരമാല അണിയിച്ചു. മറ്റെന്ത് വിദ്വേഷത്തിന്റെ പേരിലാണെങ്കിലും അവരെ തമ്മിൽ അകറ്റുന്നത് ദൈവകോപമാണ്. നീ അത് ചെയ്യരുത്. അമ്മയ്ക്ക്
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ആദിമോന്റെ വിവാഹ കാര്യത്തിൽ നീ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. നീ എത്രയൊക്കെ വെറുത്താലും എതിർത്താലും അവൻ തുളസിയെ മാത്രമേ വിവാഹം കഴിക്കൂ. അത് ദൈവനിയോഗമാണ്. അത് മാത്രം അമ്മ പറയരുത്. ചേച്ചി ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും ആലോചിക്കണ്ട. ആലോചിക്കണം, കൂടുതൽ ആലോചിക്കുക തന്നെ വേണം. എന്നെ കൊണ്ട് വയ്യ റോഡിലെ ചവറ് കോരാനും അഴുക്കുചാല് വൃത്തിയാക്കാനും ഒക്കെ. ഞാനേ ACP കൃഷ്ണപ്രസാദിന്റെ ഭാര്യ. അതെ, ACP കൃഷ്ണപ്രസാദിന്റെ ഭാര്യ തന്നെ റോഡ് ക്ലീൻ ചെയ്യണം, അഴുക്കുചാലുകൾ വൃത്തിയാക്കുകയും വേണം. എന്നിട്ട് പത്രത്തിന്റെ ഫ്രണ്ട് പേജില് ചേച്ചിയുടെ ഫോട്ടോ വരണം. നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ചേച്ചി, അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ചേച്ചി വെറുതെ ഒന്ന് ആളായിട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതി. ജോലിയെല്ലാം നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാം. ACPയുടെ ഭാര്യ എന്ന നിലയില് പേര് മുഴുവൻ ചേച്ചിക്കുമായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. ദൈവമായിട്ട് കൊണ്ടുവന്ന ഈ സുവർണാവസരം തട്ടിക്കളയരുതേ ചേച്ചി. അത് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ജോലിയല്ല സുലു. റോഡ് ക്ലീൻ ചെയ്യുന്ന ജോലി സ്ഥിരമായിട്ട് അങ്ങ് ചെയ്യാൻ പോവാണോ? അതല്ല, എന്നാലും ചേച്ചി ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്യുന്ന ജോലി ആയിരിക്കണം ഈ റോഡ് ക്ലീനിങ്. ചൂലും പിടിച്ചു നിൽക്കുന്ന ACP കൃഷ്ണപ്രസാദിന്റെ ഭാര്യ കനകദുർഗ. നാളെ അത് കേരളം മൊത്തം കാണും. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ വാർത്തയായിരിക്കും. അതോടെ ചേച്ചി സെലിബ്രിറ്റിയാ. മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും ചേച്ചിയെ ഫോണിൽ വിളിച്ച് തുരു അഭിനന്ദിക്കും. പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചർ ചേച്ചിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗിക്കും. അങ്ങനെ തുളസിയോടുള്ളതിനേക്കാൾ അടുപ്പം മന്ത്രിക്ക് ചേച്ചിയോടുണ്ടായിത്തീരും. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. റോഡ് ക്ലീൻ ചെയ്യാൻ തുളസിയും വിളിക്കാം. യെസ്, ചേച്ചിയുടെ നേതൃത്വത്തിലാകുമ്പോ തുളസിയെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാൻ എളുപ്പമാണ്. പക്ഷേ എന്താ ചേച്ചി? ഞാൻ പ്രസാദേട്ടനോട് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കാര്യാക്കണ്ട. ചേച്ചി സാറിനെ വിളിച്ച് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയല്ലേ? സംശയിച്ച് നിൽക്കാതെ വിളിച്ച് പറ ചേച്ചി. തുളസിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സാറിനെ വിളിച്ച് പറ. ഈ വേഷത്തിലാണോ റോഡ് വൃത്തിയാക്കാൻ പോകുന്നത്? സുലാന്റെ അല്ല പറഞ്ഞത്. എന്നിട്ട് ഫേഷ്യൽ കൂടി ചെയ്തിരുന്നേ കുറെ കൂടി ഗ്ലാമർ ആയെന്ന്. ഞാൻ നിന്നെ കളിയാക്കിയതല്ലേ? എന്നല്ലേ സുലാന്റി ദുർഗാന്റി നല്ലപോലെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഒരുങ്ങി തന്നെ പോണം. കാരണം പത്രത്തിലും ചാനലുകളിലും ഒക്കെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരാനുള്ളതാ. അതെ, അപ്പൊ നല്ല ഫാഷനിൽ തന്നെ വേണം നിക്കാൻ. അല്ലെങ്കിലും ദുർഗേച്ചിയുടെ നേതൃത്വത്തിലല്ലേ റോഡ് ക്ലീനിങ് നടക്കുന്നേ. അതുകൊണ്ട് നമ്മൾ ആരും മോശമാവാൻ പാടില്ല. പക്ഷേ സുലാന്റി, എനിക്ക് ഡസ്റ്റ് അലർജിയാ. എനിക്കാണെങ്കിൽ എല്ലാം അലർജിയാ. കാടും പടലും ഒക്കെ കാണുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരും. പിന്നെ വേർത്ത് കഴിഞ്ഞാൽ മേലാകെ ചൊറിയും. നിങ്ങൾ ആരും പേടിക്കണ്ട. എല്ലാ ജോലിയും നമുക്ക് ഒരാളെ കൊണ്ടെടുപ്പിക്കാം. അവിടെ വരുന്ന ജോലിക്കാരികളെ കൊണ്ടാണ് ആന്റി. അവിടെ ഏതൊക്കെ ജോലിക്കാരികളുണ്ടെങ്കിലും എല്ലാ ജോലിയും ഞാൻ ഒരാളുടെ ചുമലിൽ വെച്ചു കൊടുക്കും. റോഡ് തൂത്തുവാരിയും അഴുക്ക് ചാലിലെ ചെളി കോരിയും അവളുടെ നടുവും ഞാൻ ഒടിക്കും. ദുർഗാന്റി, ആരുടെ കാര്യ പറയുന്നേ? JCBയുടെ കാര്യമാണോ? ഒരു JCB എടുക്കുന്ന അത്രയും ജോലി അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. തുളസിയെ കൊണ്ട്. അയ്യോ, തുളസി ഉണ്ടാവും ജോലി സ്ഥലത്ത്. എന്താ, നിനക്ക് പേടിയാണോ അവളെ? അവളെ എന്നെ ചെളിവെള്ളത്തിൽ പിടിച്ച് തള്ളാതിരുന്നാ മതി. ഇന്ന് നിന്നെ അവള് ചെളിവെള്ളത്തിൽ തള്ളിയിട്ട അവളെ കൊണ്ട് ചെളിവെള്ളം കുടിപ്പിക്കും ഞാൻ. അത് വേണം ആന്റി. അവളെ നമുക്ക് ചെളിവെള്ളത്തിൽ പിടിച്ച് താഴ്ത്തണം. പക്ഷേ എന്താ, തുളസി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വരാതെ പറ്റില്ല. മന്ത്രിയുടെ ഓർഡർ അല്ലേ? നീ നോക്കിക്കോ. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പേ നോക്കുകുത്തിയെ പോലെ തൂമ്പയും ചൂലുമായിട്ട് തുളസി അവിടെ ഉണ്ടാവും. എന്നാ നമുക്ക് വേഗം പോവാ ആന്റി. എനിക്ക് ആ നോക്കുത്തിയെ കാണാൻ തിടുക്കമായി. എന്നാ ഇറങ്ങാം. ഇറങ്ങാം. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. ഈ ചാൻസ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. കനകദുർഗയുടെ സാമൂഹ്യ സേവനത്തിന്റെ കഥ കാട്ടുതീ പോലെ പടരണം. നമ്മുടെ ടൗണും
ജില്ലയും സംസ്ഥാനവും വിട്ട് ന്യൂസ് കത്തിപ്പടരണം. ഗായത്രി ടീച്ചർ എന്ന ഓലപ്പാമ്പല്ല, അതിനു മുകളിലുള്ള മുഖ്യമന്ത്രിയാണ് നമ്മുടെ ലക്ഷ്യം. നോക്കിക്കും, ഈ ക്ലീനിംഗ് കഴിയുന്നതോടെ മുഖ്യമന്ത്രി ദുർഗേച്ചിയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ദുർഗാന്റി. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചെന്നെ അഭിനന്ദനം അറിയിക്കും. അഭിനന്ദിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. ഇന്നത്തെ സോഷ്യൽ വർക്ക് കഴിഞ്ഞോ? അതെ, കളിയാക്കണ്ട. അമ്മ നമ്മുടെ റോഡ് പോയി നോക്ക്. അയ്യോ, എന്താ അതവിടെ ഇല്ലേ? അതോ നിങ്ങൾ തൂത്തുവാരി കളഞ്ഞോ? എന്റെ അമ്മേ, കണ്ണാടി പോലെയായി നമ്മുടെ റോഡ്. എന്താണിത്? വേർപ്പ് നാറിയിട്ട് വയ്യ, പോയി കുളിക്കുവണ്ണേ. ചെല്ല്. 2-3 പേരവിടെ വിയർപ്പിൽ കുളിച്ചു കിടക്കുന്നുണ്ട്. അതാര്? റോഡിലെ ചപ്പും ചവറും വാരിയും അഴുക്കുചാല വൃത്തിയാക്കിയും ക്ഷീണിച്ചു പോയി നമ്മുടെ ദുർഗാമ്മയും സുലു ആന്റിയും പിന്നെ ആതിരയും. അയ്യോ, ദുർഗാമ്മയെ കൊണ്ട് നീ റോഡിലെ ചവറ് വരിച്ചോ? പിന്നെ അല്ലാതെ. റോഡ് ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ ACPയുടെ ഭാര്യയും കൂലിപ്പണിക്കാരന്റെ ഭാര്യയും സമമാ. എന്നാലും ദുർഗേച്ചിക്ക് അങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്ത് ശീലമില്ല. ഹാ, അത് ശരിയാ. നാവ് കൊണ്ട് മാത്രാ ജോലി ചെയ്യുന്നത്. മേലനങ്ങി ജോലി ചെയ്തിരുന്നെങ്കിൽ മനസ്സിൽ ഇത്രയും ദുഷ്ടചിന്തകൾ വരില്ലായിരുന്നു. അത് മോശമായിപ്പോയി. അതെ, അമ്മയ്ക്ക് ദുർഗാമ്മയോട് തോന്നിയ സെന്റിമെന്റ്സേ നമ്മളോട് ദുർഗാമ്മയ്ക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോഴേ റോഡ് പണിക്ക് ഞാൻ വന്നിരുന്നെങ്കിൽ നീ എന്നെ കൊണ്ട് ചവറ് വരിക്കായിരുന്നോ? അമ്മ പോലെയാണോ ദുർഗാമ്മ? അതെ, ദുർഗാമ്മ നിനക്ക് സ്വന്തം അമ്മ തന്നെയാ. സ്വന്തം അമ്മയെ കൊണ്ട് കൂലിപ്പണി ചെയ്യിച്ചതുപോലെ നീ ഇപ്പൊ ചെയ്യിച്ചേ. എന്റെ അമ്മ ഞാനും ആദ്യം തമ്മിലുള്ള വിവാഹത്തിനെതിരെ നിൽക്കുവോ? ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ആതിര എന്ന അണുബോംബിനെ ഞങ്ങൾക്കിടയിൽ പ്രതിഷ്ഠിക്കോ? എന്റെ ഓരോ പരാജയവും ആഘോഷമാക്കി മാറ്റോ? ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോയ എന്നെ ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിടാൻ അവിടുത്തെ വാർഡന് കൈക്കൂലി കൊടുക്കോ? ഇല്ലല്ലോ. അപ്പൊ നീ അതിനൊക്കെയുള്ള പ്രതികാരം ചെയ്യാല്ലേ? അതെ, ഞാനും ആദ്യം തമ്മിലുള്ള കല്യാണം നടത്തി തരുന്നത് വരെ ഈ പ്രതികാരം തുടരുക തന്നെ ചെയ്യും. ശരി ശരി, പോയി കുളിക്കും.